ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ക്രഷ് ബനാറസി ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് കളർ പാരറ്റിലും നല്ല ഡിസൈൻസിലുമാണ് സാരീസ് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആൻഡ് ആഫ്റ്റർനൂൺ 1:30 PM ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിംഗിന് മാത്രം എക്സ്ട്രാ കൊറിയർ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ക്രഷ് ടൈപ്പ് ഫാബ്രിക്കിൽ നമ്മൾ നോർമലി കാണാത്ത ഒരു സ്റ്റൈലിലാണ് ഇന്നത്തെ വീഡിയോയിൽ സാരീസ് വരുന്നത് കേട്ടോ. ക്രഷ് ബനാറസി ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല സോഫ്റ്റ് കളർ പാരറ്റിലാണ് സാരീസ് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. അതിൽ നല്ലൊരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും. ഞാൻ ക്ലോസ് ഷോട്ട് കാണിക്കാം. കണ്ടോ, ഒരു മൾട്ടി കോമ്പിനേഷനുള്ള വളരെ സോഫ്റ്റ് കളറിലുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വരുന്നത്. അതിലൊരു ചെക്ക് പാറ്റേൺസ് ഉണ്ട്. ബോഡി കംപ്ലീറ്റ് ഒരു ചെക്ക് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾ ആ ഒരു ക്രഷ് ഫീലാണ് സാരി വരുന്നത് കേട്ടോ. ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ കണ്ടോ നല്ലൊരു ക്രഷ് ഫീലാണ്. ഞാൻ മൺലെയറിൽ കാണിക്കാം. ഒരു മീഡിയം ട്രാൻസ്പെറൻസി കാണും, കാരണം ഇത് ഓർഗൻസി ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് വളരെ ഒരു മൈന്യൂട്ട് ഡിഫറൻസേ വരുന്നുള്ളൂ. നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻസി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. അതും ആ ഒരു ക്രഷ് ഫീൽ തന്നെയാണ്. ബനാറസി വുവൻ സ്റ്റൈലുള്ള ബോർഡർ. ഒരു ആൻറ്റി ഗോൾഡൻ ജെറിയിലായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ആ ഒരു ക്രംബിൾ ഫീലിൽ തന്നെ ബോർഡർ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ സിമ്പിൾ പല്ലുവാണ് വരുന്നത്. ഒരു ഗോൾഡൻ ജെറി ലൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. നല്ല എലഗന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരീസ് ആട്ടോ വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ്. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും സാരിയുടെ. ആ ഒരു ബനാറസി ബോർഡർ ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലുള്ള ബോർഡേഴ്സ് ആയിരിക്കും സാരിക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നുണ്ട്, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിലാണ്. അതേ ബോർഡറിന്റെ അതേ ടോണിൽ തന്നെ വിത്ത് ബനാറസി ബുട്ടി വർക്കിലാണ്. ഒരു ഫ്ലോറൽ ബുട്ടി വർക്കും അതിലൊരു മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ ബ്ലൗസ് വരുമ്പോൾ കേട്ടോ. നല്ലൊരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. സെയിം ടോണിൽ തന്നെ സാരിയുടെ അതേ ആ ഒരു ടോണിൽ തന്നെയുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ചൊരു ലെങ്ത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 ലെയറിലും സാരി നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. ലാവൻഡർ ടോണിലാണ് നെക്സ്റ്റ് സാരി കേട്ടോ. അതേ ക്രഷ് ബനാറസി ഓർഗൻസ് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഫുൾ അതേ സെയിം ഡിസൈനും സെയിം തന്നെ കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസും സ്മോൾ ചെക്ക് ബി പാറ്റേൺസ്, ഒരു ഗോൾഡൻ ജെറി ചെക്ക് പാറ്റേൺസ് വരുന്നുണ്ട് ബോഡി കംപ്ലീറ്റ്. അതിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. എന്താണ് ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ പല്ലു. മുന്താനയുടെ എൻഡിൽ വരുമ്പോൾ ഒരു ഗോൾഡൻ ജെറി ലൈൻസ് വരുന്നുണ്ട്. അതേ ക്രംബിൾ ഫീലാട്ടോ സാരി കംപ്ലീറ്റ് വരുന്നത്. അതാണ് അതിൻ്റെ റിച്ച്നെസ്. അതാണ് സാരിയുടെ ബനാറസി ബ്ലൗസ്. ആ ഒരു ബുട്ടി വർക്കിലായിരിക്കും ലാവൻഡർ ടോണിൽ തന്നെയുള്ള ബ്ലൗസ് വരുന്നത്. ഇതൊരു സോഫ്റ്റ് സെമി സിൽക്കാണ് ബ്ലൗസിന്റെ ഫാബ്രിക് വരുന്നത്. എല്ലാ സാരീസും നല്ല നല്ല കളേഴ്സിലാട്ടോ വരുന്നത്. എല്ലാ കളേഴ്സും എനിക്ക് പേഴ്സണലി എല്ലാ കളേഴ്സും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള നല്ലൊരു എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആണ്. ഇത് വരുന്നത് സീ ബ്ലൂ ആണ്, അക്വാ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ബേസ് വരുന്നത് അതിൽ മൾട്ടി കളർ തന്നെ അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വരുന്നത്. ക്രംബിൾ ഫീൽ, ആ ഒരു ക്രഷ് ഫീലാണ് സാരിയുടെ ബോർഡർ ബോഡിയും വരുന്നത് കേട്ടോ. ബനാറസി ബോർഡർ ഗോൾഡൻ ജെറി ലൈൻ പാറ്റേണിലാണ്. സ്ട്രൈപ്പ് ഡിസൈൻസ് പല്ലു വിത്ത് സോഫ്റ്റ് സെമി സിൽക്കിലാണ് എല്ലാ സാരീസിനും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അതേ ബുട്ടി വർക്കിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മൈൽഡ് ലാവൻഡർ ടോൺ ആട്ടോ. ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ലൊരു യുണീക് സ്റ്റൈലിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇത് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചുമാണ് സാരി വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു എലഗന്റ് സാരി ആട്ടോ. ഒരു പക്കാ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ മുന്താണി, അതേ ഗോൾഡൻ ജെറി ലൈൻ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത് സോഫ്റ്റ് സെമി സിൽക്കിലാണ്. ഇതും അതേ ക്രഷ് ഫീൽഡ് തന്നെയാണ് കേട്ടോ സാരി വരുന്നത്. അതേ ക്രംബിൾ ഫീൽഡ് തന്നെ ബോർഡറും ബോഡിയും എല്ലാം അതേ പാറ്റേൺ തന്നെയായിരിക്കും വരിക. ഈ ഒരു സ്റ്റൈൽ ബോർഡർ വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ. നല്ലൊരു മൈൽഡ് ലാവൻഡർ ആണ് സാരിയുടെ കളർ വരുന്നത്. ലാവൻഡർ ടോണിൽ തന്നെയായിരിക്കും ബ്ലൗസും വരുന്നത്. ഗോൾഡൻ ജെറി ബുട്ടി വർക്കിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പ്യുവർ ലിനനിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇനി വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് കളർ പാരറ്റിലാണ് സാരി വരുന്നത്. പേൾ ക്രീമാണ് സാരിയുടെ ബോഡി വരുന്നത്. പേൾ ക്രീമിലെ നല്ലൊരു ലാവൻഡർ ടോണിലാണ്. ഒരു ട്രയാങ്കിൾ മോട്ടീവ്സിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത് ഫുൾ സാരിയിൽ. സിമ്പിൾ ബോർഡർ, ഒരു ആന്റി ഗോൾഡൻ സ്റ്റൈലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാട്ടോ നല്ലൊരു ഡിസൈനിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. പേൾ ക്രീം വിത്ത് ലാവൻഡർ ആണ് സാരിയുടെ കോമ്പിനേഷൻ. അത് ഞാൻ വർക്കിന്റെ ബാക്ക് സൈഡ് കൂടി കാണിക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. സാരിയുടെ ബാക്ക് സൈഡ് ആട്ടോ. ലിനൻ ആണ്, പ്യുവർ ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. സിമ്പിൾ ബോർഡർ, അതേ ത്രെഡ് വി പാറ്റേണിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് റിവേഴ്സ് കോമ്പിനേഷനിലായിരിക്കും മുന്താണി വരുന്നത്. ലാവൻഡറിൽ പേൾ ക്രീമിലായിരിക്കും. പല്ലുവിൽ വരുമ്പോൾ ആ ഒരു ട്രയാങ്കിൾ മോട്ടീവ്സിന്റെ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരും. ഈ കോമ്പിനേഷനിൽ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാട്ടോ ടാസൽസും വരുന്നത്.
ഒരു ടാസിൽ പേൾ ക്രീം ആണെങ്കിൽ നെക്സ്റ്റ് വൺ വരുന്നത് ലാവൻഡർ ടോണിലായിരിക്കും. റണ്ണിങ് ബ്ലൗസ് വരുന്നത് ഇതേ ടോണിൽ തന്നെ ആ ഒരു ലാവൻഡറിൽ ഒരു പേൾ ക്രീം വെച്ചിട്ടുള്ള സ്മോൾ ത്രെഡ് വീവ് പാറ്റേണിൽ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് സെയിം തന്നെയാണ്, പ്യുവർ ലിനൻ തന്നെ സാരിയുടെ ഫാബ്രിക് കേട്ടോ. കോമ്പിനേഷനും ഡിസൈനും മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പേൾ ക്രീമിൽ നല്ലൊരു പീച്ചാണ്, സാരിയുടെ റസ്റ്റിക് പീച്ചാട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇത് ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഒരു ഡയമണ്ട് പാറ്റേണും അതിലൊരു ജോമെട്രിക്കൽ ഡിസൈൻ എന്ന് പറയാം നമുക്ക്. ആ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് വുവൺ പാറ്റേൺ തന്നെ, ത്രെഡ് വുവൺ സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു റസ്റ്റിക് ടോണിൽ അതേ പാറ്റേൺ, ആ ഒരു ഡയമണ്ട് പാറ്റേണിൽ തന്നെയായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. ബ്ലൗസ് വരുന്നത് സ്ട്രൈപ്സ് ആണ്, ലൈൻ ഡിസൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. വീണ്ടും അതേ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിൽ തന്നെയാട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. പേൾ ക്രീമിൽ നല്ലൊരു ഗ്രേ ആണ്, ഒരു പെൻസിൽ ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത്. ആ ഒരു ത്രെഡ് വുവൺ ഡിസൈനിലും മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുമ്പോഴും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഒരു സെയിം ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ അതേ പാറ്റേണിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. സിമ്പിൾ ബോർഡർ ഗ്രേയിൽ പേൾ ക്രീമിലായിരിക്കും. പല്ലുവിൽ വരുമ്പോൾ ഫുൾ ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. പ്യുവർ ലിനൻ ആണ് ഫാബ്രിക് വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ്. വീണ്ടും ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും മാറിയിട്ടുണ്ട്, കളർ പാലറ്റും മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് പേൾ ക്രീം ബോഡി വന്നിട്ട് പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഇതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വരുന്നത് വീണ്ടും ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് സാരിയിൽ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. സിമ്പിൾ ബോർഡർ പേസ്റ്റൽ ഗ്രീനിൽ പേൾ വൈറ്റിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പല്ലു വരുന്നത്. ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും എല്ലാ സാരിയുടെ മുന്താണി വരുന്നത്. വിത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെ. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. ഡിഫറെന്റ് ഫാബ്രിക്കിലും വരും നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരിയാണ് പേൾ ക്രീം തന്നെ സാരിയുടെ ബേസ് വരുന്നത്. പ്യുവർ ലിനൻ ആണ് ഫാബ്രിക് കേട്ടോ. നല്ലൊരു പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ കോമ്പിനേഷൻ, ഒരു പിങ്കിഷ് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇതിന്റെ വർക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോഴും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. പീച്ച് ടോണിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരിക. വുവൺ സ്റ്റൈലുള്ള ബോർഡർ, മുന്താണി വരുന്നതും ഈ ഒരു ലുക്കിലാണ്. വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ, ഡിഫറെന്റ് പാറ്റേണിലാട്ടോ സാരിയുടെ മുന്താണിയിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്, തിൻ ലൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്.